പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. കഴിഞ്ഞ രാഷ്ട്രകാലം നീ ഞങ്ങളെ ക്ഷേമമായിട്ട് വഴി നടത്തിയല്ലോ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ആരാധനയ്ക്ക് വേണ്ടി നിന്റെ മുമ്പാകെ ഞങ്ങൾ കൂടി വരുമ്പോൾ കഥാവേ, നിന്റെ നടത്തിപ്പിനും പരിപാലനത്തിനും എല്ലാത്തിനുമായിട്ട് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. ഇന്നത്തെ ഈ ആരാധനയോട് അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉല്ലസിപ്പാനും ദൈവകൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അങ്ങനെ ആരാധനയിൽ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവമേ ഞങ്ങളെല്ലാവരും അവിടെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാക്കണമേ. കർത്താവിന്റെ നാമമഹത്വത്തിനായി ഞാൻ കീർത്തനങ്ങൾ 164-ാമത്തെ കീർത്തനം 1-ഉം 2-ാമത്തെയും അവസാനത്തെയും ചരണം. ഹിം നമ്പർ 164. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുടെ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ
ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി നോക്കി നമ്മെ ശുചീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവരല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണാമേ, ഞങ്ങളാപോയ ആടുകളെ പോലെ ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും ജ്ഞാനങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധങ്ങളെ രക്ഷിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ചെയ്ത കാര്യങ്ങളെ രക്ഷിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല അരക്ഷിതമായ ഉണ്ടാകണമേ. ദൈവമേ, പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപമായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യത്തോടായിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുഭവിക്കുന്നവരെ കൈക്കൊള്ളണമേ. മഹാകരുണാമേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ കുട്ടിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. 95-ാമത്തെ സങ്കീർത്തനം നമുക്ക് ചേർന്ന് ചൊല്ലാം. വരുകയും നമ്മുടെ രക്ഷയുടെ നാം സങ്കീർത്തനങ്ങളോട്
ദൈവമാകുന്നു. നാമോ അവനിലേക്ക് ജലവും അവന്റെ മേഖലയുമാണെങ്കിലേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും തന്നെ. ആമേൻ. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 29-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. 29-ാമത്തെ സങ്കീർത്തനം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ. വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടി മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനെ കാട്ടുതീയെ പോലെ കാട്ടുപോത്തിയെ പോലെ തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം ഒരു ഭൂമിയെ നടത്തുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ പോലൊലിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പാഠഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. ഒന്നാമത്തെ പാഠം. ഒന്നാം പാഠം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36-ാം വാക്യം വരെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരുന്നു. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നു. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങൾ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ജനമേ, നിങ്ങൾ നടപ്പ് നിമിത്തം ലഭിച്ചു നടത്തുകയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലങ്ങളെയും പണിയും. വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതെങ്കിലും തോട്ടം പോലെ ആയിത്തീരുന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർക്കുമല്ലോ എന്ന് അവർ പറയുന്നു. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ യഹോവയായ ഞാൻ കണ്ടു ശൂന്യപ്രദേശത്ത് നടുവല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിക്കുന്ന ജാതികൾ അങ്ങറിയും. യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ.
മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുളുവെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയും അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസര്യാവും മിശായിലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാത്തിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. രണ്ടാം കാലം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തർ തങ്ങളുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമർന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ഭർത്തരും മേദ്യരും എല്ലാവരും മെസൊപ്പൊത്താമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പോന്തോസിലും ആസ്യയിലും ഫുഗ്യയിലും പൂർഫയിലും മിസ്രൈമിലും കുറേനേക്ക് ചേർന്ന ലിബ്യാപ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ഫേഗ്യരും അർദ്ധക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് സഞ്ചരിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ പൊതുവീൻ കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. യോഗ്യനായ സത്യേകപുത്രനെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്
ആകയാൽ നിന്റെ വിലയേറിയ രക്തങ്ങൾ നീ വീണ്ടെടുത്തവരായ നിന്റെ ഇടയാൾക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. Gospel according to Saint John, chapter 20, verse 19 to 23. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാസവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ കീർത്തനങ്ങളിൽ 171-ാമത്തെ കീർത്തനം 1-ാമത്തെയും 5-ാമത്തെയും ചരണം. ഹിം നമ്പർ 171. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം.
ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവ ശുശ്രൂഷയിൽ ദൈവചിന്തകളുമായി നിലനിൽപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം കരയിക്കുന്നു. 1991 കാൻബറയിൽ വെച്ച് നടന്ന വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആപ്ത ചിന്താവാക്യമായിരുന്നു കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വന്ന് സർവ സൃഷ്ടിയെയും പുതുക്കേണമേ. ഇതൊരു മനോഹരമായ പ്രാർത്ഥന പോലെ നമുക്ക് മനസ്സിലാക്കാം. ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ മനുഷ്യനും തമ്മിൽ ഭേദാഭേദങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവെ നീ ഇടപെടേണമേ, മനുഷ്യ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ പരിവർത്തനപ്പെടുത്തണമേ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ ചിന്ത നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ മനുഷ്യനൊരു പുതിയ സൃഷ്ടിയാക്കപ്പെടുന്നു. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി അവരെ പുനർസമർപ്പണം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ ഒരു ഇൻവിറ്റേഷൻ, ഈ ഒരു ക്ഷണം ഇന്ന് പകൽക്കാലം ഈ പെന്തക്കോസ്ത് ഞായറാഴ്ച സ്വീകരിക്കുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന ചിന്തയോടുകൂടി ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. 3 ചിന്തകൾ ഇന്ന് വേദഭാഗമായി ലേഖന പാഠഭാഗമായി വായിച്ചു കേട്ട അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെയും പുതുക്കണമേ എന്നത് ഒരു അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിൽ പെന്തക്കോസ്ത് എന്നത് ഒരു കാർഷിക പെരുന്നാളായിരുന്നു. യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളായിരുന്നു ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. അന്നേ ദിവസം അവർ യഹോവയായ ദൈവത്തിന്റെ മുൻപാകെ ആലയത്തിൽ കൂടി വരും. തങ്ങളുടെ കൃഷിഫലത്തിൽ നിന്ന് നല്ലൊരു ഫലം ദൈവം മുൻപാകെ സമർപ്പിക്കും. ഇതായിരുന്നു പഴയ നിയമത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ അർത്ഥം. എന്നാൽ പിന്നീടുള്ള കാലത്തിൽ റബിമാരുടെ കാലഘട്ടത്തിൽ ഈ പെരുന്നാളിന് മറ്റൊരു അർത്ഥം കൂടി അവർ നൽകുകയുണ്ടായി. സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് ദൈവം കൽപ്പന നൽകിയതിന്റെ ഓർമ്മയെ ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ അവർ ഓർമ്മ പുതുക്കുവാനായിട്ട് തുടങ്ങി. നാം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഈ പെരുന്നാളിന് വേണ്ടി ഒരുപാട് ആളുകൾ പല ദേശത്ത് നിന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പർത്യരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്താമ്യയിൽ നിന്നും യഹൂദിയയിലും കപ്പദോക്യയിൽ നിന്നും അങ്ങനെ നാനാ സ്ഥലങ്ങളിൽ നിന്നും ഈ ജനങ്ങൾ യഹൂദന്മാർ, ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാർ ഈ ഉത്സവത്തിന് വേണ്ടി, പെരുന്നാളിന് വേണ്ടി വന്നു കൂടിയിരുന്നതായി നാം വായിക്കുന്നു. ആ വന്നു കൂടിയിരുന്ന ജനങ്ങളുടെ മുൻപാകെയാണ് ഗലീലക്കാരായ ആളുകൾ പരിശുദ്ധാത്മ പ്രവർത്തനത്തിലൂടെ അവരോട് സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവിൽ വലിയ വ്യാപാരം അവർക്ക് കാണുവാനായിട്ടും ഇടയാക്കുന്നത്. എഴുത്തുകാരനായ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോഴും അപ്പോസ്തല പ്രവർത്തികൾ എഴുതുമ്പോഴും എംഫസൈസ് ചെയ്യുന്ന പ്രാധാന്യത്തോടുകൂടി എഴുതുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം. പ്രാർത്ഥനാ മധ്യേ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹത്തിന്റെ 2 സുവിശേഷങ്ങളിലും എഴുതുന്നതായി നാം വായിക്കുന്നു. പ്രാർത്ഥനയാൽ സംഭവിച്ച കാര്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, അത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ തുടങ്ങി കാരാഗ്രഹത്തിൽ തുടങ്ങുന്ന അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വരെ പ്രാർത്ഥനയിലൂടെ എങ്ങനെ ദൈവീകമായ ഇടപെടൽ സംഭവിച്ചു എന്ന് അവിടെ ലൂക്കോസ് സാക്ഷിക്കുന്നുണ്ട്. അപ്രകാരം ഒരു സംഭവമാണ് ഈ പെന്തക്കോസ്തിലും നടക്കുന്നത് എന്ന് ലൂക്കോസ് അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. ദൈവഹിതം ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് ലഭിക്കുന്നതായി നമ്മളവിടെ വായിക്കുന്നു.
പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല അവർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒട്ടനേകം ആളുകൾ അവിടെ കൂടിയിരുന്നു കൊണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ആളുകൾ, ഒട്ടനേകം ആളുകൾ അവിടെ കൂടിയിരിക്കുമ്പോൾ ഒരുമനപ്പെട്ട അവർ പ്രാർത്ഥന കഴിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കാനായിട്ട് ഇടയായിരുന്നത്. ഒട്ടനേകം ആളുകൾ ഒരുമനപ്പെട്ടുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി താല്പര്യത്തോടുകൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ്, പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് ഇടയായിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കുമെന്നുള്ള യേശുവിന്റെ വാഗ്ദത്തം. തന്നോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മ ദാനമായ ആ വലിയ ദാനത്തെ എല്ലാവർക്കും നൽകുമെന്ന് അവിടെ യേശു കർത്താവ് പറയുകയാണ്. ഇതൊരു വലിയ പ്രോമിസാണ്. The fulfillment of the great promise to give the Holy Spirit. പരിശുദ്ധാത്മ ദാനം എല്ലാവർക്കും നൽകും എന്നുള്ള ആ പ്രോമിസ് ഇവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നതായി നാം വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും ഒരുമനപ്പെട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്ത പൂർത്തീകരണമായി നൽകുന്നതായി നാം വായിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാംക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായിത്തരണം. നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ, കൂദാശകളിലും ഒക്കെ ശുശ്രൂഷകളിലും ഒക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പട്ടത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ സമയത്ത് മേൽപ്പട്ടക്കാരും അതുപോലെ തന്നെ പട്ടക്കാരും സഭാ ശുശ്രൂഷകരും കൂടി വന്നിരിക്കുന്ന ജനങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് പാടുന്ന പാട്ടൊക്കെ നമുക്ക് സുപരിചിതമാണ്. അതുപോലെ തന്നെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവേ നീ വന്ന് ഈ ദാനങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. ഒരു കുഞ്ഞിന്റെ ബാപ്റ്റിസ്മ സമയത്ത് പരിശുദ്ധാത്മാവെ നീ ഇറങ്ങി വന്ന് ഈ പൈതലിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവ്, കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും നിയന്ത്രിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോ നിമിഷവും ഈ പെന്തക്കോസ്ത് കാലത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവെ വന്ന സകല സൃഷ്ടിയെയും പുതുക്കണമേ എന്നുള്ളത് ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. നാം വായിച്ചു കേട്ട വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 3 പ്രത്യേക തരത്തിലുള്ള സന്ദർഭങ്ങളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ് അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിരുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാറ്റടിക്കും പോലെ ഒരു മുഴക്കത്തിലൂടെ അവർക്ക് അനുഭവിക്കാൻ ഇടയായി. രണ്ടാമതായിട്ട് പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞതായി അവിടെ എഴുതിയിരിക്കുന്നു. ആത്മനിയന്ത്രണത്തിൽ അവർ മറ്റ് ഭാഷകളിൽ സംസാരിക്കുവാൻ ഇടയായത് മൂന്നാമത്തെ സംഭവം. ഇങ്ങനെ 3 പ്രത്യേകതയുള്ള സന്ദർഭങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവർക്ക് അനുഭവമായി തീർന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഒത്തിരി ആളുകൾ യെരൂശലേമിൽ കടന്നു വരികയുണ്ടായി. അവർ നോക്കിയപ്പോൾ വലിയ മുഴക്കം, വലിയ ശബ്ദം, വലിയ കാറ്റിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായി അവർക്ക് കാണുവാൻ, മനസ്സിലാക്കുവാൻ, അതിനു മുൻപാകെ അതിശയിച്ച് നിൽക്കുവാൻ അവർക്ക് ഇടയായിരുന്നു. ഗലീലക്കാർ ആത്മനിയന്ത്രണത്തിൽ അവരുടെ ഭാഷകളിൽ, കടന്നു വന്നിരിക്കുന്ന ആളുകളുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് അവർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായിരുന്നു. ഈ വേദഭാഗത്തെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തെ മറ്റൊരു വേദഭാഗവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചില ചിന്തകളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഇപ്പോഴത്തെ പുസ്തകം 11-ാം അധ്യായത്തിലും ചില ആളുകൾ അവിടെ കൂടി വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഷീനാർ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ, സമപ്രദേശത്ത്
കുറെ ആളുകൾ കൂടി വന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളോട് തന്നെ പറയുകയാണ്, നമുക്ക് കൂടി വരാം, ഒരുമിച്ച് വന്ന് നമുക്ക് വലിയൊരു ഗോപുരം പണിയാം, അതിന് ബാബേൽ എന്ന് നമുക്ക് പേരിട്ടുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാം എന്ന് അവർ പറയുകയാണ്. ലോകം മുഴുവനും പരന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറപ്പെട്ട് ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാനായിട്ടാണ് ദൈവം ഈ മനുഷ്യരെ കുറിച്ച് ആഗ്രഹിച്ചതെങ്കിൽ അവര് അതിന് വിരുദ്ധമായി ഒരു സ്ഥലത്ത് കൂടി വന്നുകൊണ്ട് അവർ ഒരു പേരിട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടം കൊയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായി നമ്മൾ വായിക്കും. ഇത് ദൈവനിയോഗത്തിനെതിരായിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ മധ്യ ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കി കളഞ്ഞ് അവരെ അവിടെ നിന്ന് ചിതറിച്ച് കളയുന്നതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ പെന്തക്കോസ്തിൽ അതിന് മറ്റൊരു ഘടകവിരുദ്ധമായ മറ്റൊരു കാര്യമാണ് സംഭവിക്കുന്നത്. പെന്തക്കോസ്തിൽ പല ഭാഷകൾ സംസാരിച്ചിരുന്ന ആളുകൾ വീണ്ടും ഒരു സ്ഥലത്ത് കൂടി വന്നപ്പോൾ അവർക്ക് അന്യോന്യം മനസ്സിലാക്കുവാൻ, അന്യോന്യം അവരുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ഗലീലക്കാരായ ആളുകൾ സംസാരിക്കുന്നത് കേൾപ്പാനായിട്ടുള്ള ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായി. ബാബേലില് ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ല നടന്നത്, മാനുഷികമായ ബുദ്ധിയും മാനുഷികമായ സ്വാർത്ഥതയുമാണ് അവിടെ സംഭവിച്ചതെങ്കിൽ പെന്തക്കോസ്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് സംഭവിച്ചത്. ദൈവാത്മാവിന്റെ പ്രവർത്തനം സംഭവിച്ചപ്പോൾ മാനുഷികമായ ബുദ്ധികൾക്കൊക്കെ അതീതമായി ദൈവം പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തനം കാണുവാൻ, പരിശുദ്ധാത്മാവിന് ദൃശ്യമായ സാന്നിധ്യം അദൃശ്യമായ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും അവർക്ക് ഇടയായി. എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി വരുത്തുന്നതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അതാണ് സഭയുടെ ശക്തി എന്ന് പറയുന്നത്. നാം ഒരുമിച്ച് ഈ ദേവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. ബാബേലിൽ ഭാഷ പിണങ്ങുകയും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ പെന്തക്കോസ്തിൽ ആളുകൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്വന്തം ഭാഷയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സംവദിക്കുവാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഗലീലയിലെ ആളുകൾക്ക് ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മോട് പരിശുദ്ധാത്മാവ് ഈ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. നമ്മുടെ ഭാഷ അത് മറ്റുള്ളവരോട് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായിരിക്കണം. നമ്മുടെ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് ഈ കൂടിവരവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ശക്തിയും ദൈവാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ ദൈവ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അത് ഒത്തിരി ആളുകളുടെ മുൻപാകെ സാക്ഷിക്കുവാനും, പ്രൊക്ലെയിം ചെയ്യുവാനും, സാക്ഷിക്കുവാനും നമുക്ക് ഇടയായിത്തീരും എന്ന് ഈ പെന്തക്കോസ്ത് അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെ പുതുക്കേണമേ എന്നത് സാക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പുനർസമർപ്പണമാണ്. നമ്മൾ വായിച്ചു കേട്ട ഗലീലക്കാരായുള്ള ആളുകൾ സാധാരണക്കാരായുള്ള ആളുകളായിരുന്നു, മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകളായിരുന്നു, വലിയ പണ്ഡിതന്മാരൊന്നുമല്ലായിരുന്നു. സാധാരണക്കാരായ ഈ ആളുകളെയാണ് പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ചത്. അവരിലൂടെ ദൈവത്തിന് വൻ കാര്യങ്ങളെ കൂടി വന്നിരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളോട് പറയുവാൻ ദൈവം ഈ പരിശുദ്ധാത്മാവിലൂടെ എടുത്തുപയോഗിക്കുകയാണ്. ചിതറിപ്പാർത്തിരുന്ന ഈ യഹൂദന്മാർ ഈ ആളുകൾ പറഞ്ഞ അവരുടെ ഭാഷയിൽ നിന്ന് അതീതമായി തങ്ങളുടെ സ്വന്തം ഭാഷയിൽ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് ആശ്ചര്യമായി. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന ഈ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്തപ്പോൾ ദൈവം അവരെ വൻ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തുപയോഗിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഗലീലക്കാർ ഒരു നിമിഷം ഗലീലക്കാരല്ലാതെയായി മാറി. എന്ന് പറഞ്ഞാൽ അവരവരുടെ ഭാഷകളെ മറന്നു, അവരവരുടെ ശൈലികൾ, ഗലീലക്കാരെന്ന നിലയിലുള്ള അവരുടെ ശൈലികൾ മറന്നു, അവരുടെ ആകമാന ഗലീല നാടിന്റെ പ്രത്യേകതകളെ ഒക്കെ അവരിൽ കാണുവാനായിട്ട് സാധിച്ചില്ല. മറിച്ച് അവരിൽ കാണുവാനായിട്ട് സാധിച്ചത് ഒരേ ഒരു പ്രവർത്തനം മാത്രമാണ്, ദൈവത്തിന്റെ പ്രവർത്തനം. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റായി അവരെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായിരുന്നു. ലൂക്കോസ് ഇത് സൂചിപ്പിക്കുമ്പോൾ, ഈ വേദഭാഗം നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുത ഈ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ നമ്മുടെ സമർപ്പണത്തെക്കുറിച്ചാണ്. നമ്മുടെ സമർപ്പണത്തെ ഒന്ന് പുനർപരിശോധന ചെയ്യുവാനായിട്ടാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ അതിർവരമ്പ്, ഭാഷകൾ, വർണ്ണവ്യത്യാസങ്ങൾ, വംശവ്യത്യാസങ്ങളിലുള്ള ഈ അതിർവരമ്പുകളെ തകർക്കുവാൻ, ഞാനെന്ന അഹംഭാവം വെടിഞ്ഞ്, ഞാനെന്നുള്ള ആ വ്യത്യാസം കൂടാതെ
എല്ലാവരുമായിട്ടും ഇടപഴകിക്കൊണ്ട് ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായി, നല്ല ദൃഷ്ടാന്തങ്ങളായി ദൈവത്തിന് വേണ്ടി പുനർസമർപ്പണം ചെയ്യുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ആദിമസഭയുടെ ശക്തിയും ആദിമസഭയുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഈ സമർപ്പണമായിരുന്നു. ഭവനങ്ങളിൽ കൂടിയിരുന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അവരുടെ കാത്തിരിപ്പിൽ ദൈവം അവർക്ക് വാഗ്ദത്തം പൂർത്തീകരിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോൾ ലോകത്തിലെല്ലാവരും പോയി ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായിരുന്നു. ഈ ഗലീലക്കാർക്കുണ്ടായ മാറ്റമാണ് ഇന്ന് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി പുനർസമർപ്പിക്കുവാനും പെന്തക്കോസ്തിൽ അങ്ങനെ ദൈവം നൽകി തരുന്ന ആത്മാവിന്റെ നിറവ് അതിന് പൂർണ്ണതയിൽ അനുഭവിക്കുവാനും ദൈവസ്നേഹത്തിന്റെ വ്യാപാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അങ്ങനെ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ ഈ പെന്തക്കോസ്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്താൽ നമ്മെ കർത്താവ് ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാന മഹത്വം കാലാവസാനം കൂടാതെ എന്നെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാചകങ്ങളിൽ ഏറ്റുചൊല്ലാൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുടെ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഞാൻ വിശ്വസിക്കുന്നു. ജനിച്ച് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം മരിച്ചു, അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ അവിടെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധകാലങ്ങളിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ നിങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ നിങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടന്നാതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. പെന്തക്കോസ്ത് ഞായറാഴ്ച ഞങ്ങളുടെ പ്രത്യേക അപേക്ഷ. പരിശുദ്ധാത്മാവേ വന്ന് സർവസൃഷ്ടിയെ പുതുക്കേണമേ. സർവസൃഷ്ടിമേലും നവജീവൻ നൽകുകയും അഗ്നിനാവാൽ ദിവ്യാത്മാവിനെ പകർന്ന് വിശ്വാസ സമൂഹത്തെ ദിവ്യജ്ഞാനത്താൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയും സൃഷ്ടിയെയും നിരപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന് കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ചു ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസനാ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ പിൻപാട് നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട്
ഞങ്ങളുടെ സകല ഹൃദയങ്ങളും നിന്റെ പദത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കഴിഞ്ഞ ആഴ്ച പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സഭയുടേതായ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സകല നല്ല ദാനങ്ങളുടെയും ദാതാവും ഉറവിടവുമായ ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദൈവമേ, അവരോട് കൂടെ ഇരിക്കണമേ. പുതുവർഷം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം തമ്പുരാൻ അവരെ അതിശയകരമായിട്ട് വഴി നടത്തി. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരോട് കൂടെ ഇരുന്നു അനുഗ്രഹിച്ചു വഴി നടത്തി. പുതിയ വർഷം പുതിയ പ്രതീക്ഷകളോടെ ആഗ്രഹങ്ങളോടെ പ്രവേശിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നിന്റെ മക്കൾക്ക് അവിടുന്ന് ദാനമായിട്ട് നൽകണമേ. നീ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും അവർക്ക് ധാരാളമായിട്ട് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിന്റെ മക്കളെ അവിടുന്ന് ഉറപ്പിച്ച് ബലപ്പെടുത്തണമേ. യേശുവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ചില നിമിഷങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. വിവിധ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നാം കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ പെന്തക്കോസ്ത് കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രാർത്ഥനയാൽ ജാഗ്രതയോടെ ജീവിപ്പാൻ, പരിശുദ്ധാത്മശക്തിയിൽ ഉല്ലസിപ്പാൻ സമർപ്പിതരായി ഞങ്ങളെ തന്നെ നിന്റെ വേലയ്ക്ക് വേണ്ടി നല്ല ദൃഷ്ടാന്തങ്ങളായി ഒരുക്കപ്പെടുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഹൃദയനുറക്കത്തോടെ ഭാരത്തോടെയാണ് നാം ദൈവസന്നിധിയിൽ അടുത്ത് വന്നതെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായും ആശ്വസിപ്പിക്കും. സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ ദൈവം നമ്മെ സമാധാനിപ്പിക്കും. ആരെങ്കിലും അപ്രകാരം വേദനയോടെയോ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെയാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളും നിങ്ങളുടെ ഹൃദയങ്ങളിലെ ആവശ്യങ്ങളും നിശ്ചയമായും ദൈവം തമ്പുരാൻ അറിയുന്നു. അവൻ നിങ്ങളെ സഹായിക്കും. ഉറപ്പോടെ വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ലോക്ക്ഡൌൺ നിമിത്തം വരെയും കുടുംബങ്ങളും വലിയ ഭാരത്തിലൂടെ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെയൊക്കെയാണല്ലോ കടന്നു പോകുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ മാറുവാനും ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക്, ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു പോകുവാനും പഴയതുപോലെ ഞങ്ങളുടെ ജോലികളിൽ വ്യാപൃതരാകുവാനും കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പ്രായജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ 10ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും എക്സാമുകളൊക്കെ എഴുതി പൂർത്തീകരിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെയും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. പ്രത്യേകിച്ച് നാട്ടിൽ കടന്നു വരണമെന്നുള്ള ആഗ്രഹത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളും വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് അനേകം പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും
അവരായിരിക്കുന്ന ഇടങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയും ഓർക്കാം അധ്യക്ഷ തിരുമേനിയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രത്യേകം ഓർക്കാം. സിസ്റ്ററെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിക്കാം. മിഷണറിമാരായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. നമ്മുടെ കോട്ടയം പട്ടണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരള സംസ്ഥാനത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കൊറോണ ഭീതിയൊക്കെ എത്രയും പെട്ടെന്ന് മാറിപ്പോകുവാനും ദൈവമേ നീ അവിടെ ഇടപെടണമേ. ലോകത്തിലുള്ള നിന്റെ ജനങ്ങളെ രക്ഷിച്ചതിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അവിടുന്ന് കരുണയോടെ ദർശിക്കണമേ. ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പല രാജ്യങ്ങളും വാക്സിനേഷന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തന നിരതരായിരിക്കുന്ന ഡോക്ടർമാരെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയെ സംബന്ധിക്കുന്ന നമ്മയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ചതിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും പുതുചൈതന്യം ലഭ്യമായി ധൈര്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞങ്ങൾക്ക് നൽകിയതിലൂടെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മ നിറവിൽ ഓരോ ദിവസവും ജീവിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മെ തന്നെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാൻ. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരായ ഞങ്ങളോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവടിയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യും. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ അപേക്ഷകളെ കേൾപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാറുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകണം നിവൃത്തി വരുത്തി ഈ ലോകത്തിൽ സത്യത്തിന് പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരയണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞാൻ കീർത്തനങ്ങളിൽ 261 കീർത്തനം, ഹിം നമ്പർ 261, ഒന്നാമത്തെയും അവസാനത്തെയും ചരണം.
നൽകിയുള്ള നന്ദിയോടെ സ്തോത്രം. ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീർന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. വചനത്തിന് വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഞങ്ങളെ ആവശ്യങ്ങളെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവമുമ്പാകെ സമർപ്പിക്കാൻ കർത്താവ് കൃപ നൽകി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ സൗഖ്യത്വം ഞങ്ങൾക്ക് എല്ലാ നാളും അവിടുന്ന് നൽകി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിന് ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വീണ്ടും ആരാധനയ്ക്ക് വേണ്ടി അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ കൂടി വരുന്നവരെയും അവിടുത്തെ കൃപയിലും കാവിലും ഞങ്ങളെ കാത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങളെ അവിടെ നിലയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശു പോയി ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടെ കേട്ടുമാറാകണമേ. കർത്താവ് നിങ്ങളോട്